ഹലോ, നിങ്ങൾ ചെടിയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും വളർത്തേണ്ട ഒരു പ്ലാന്റ്സാണ് കൊങ്ങിണിയും പെന്നാസും. എന്നും നമുക്ക് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ്സാണ്. കൊങ്ങിണി പ്രൂൺ ചെയ്തതിന് ശേഷം വളങ്ങൾ ചേർത്ത് കൊടുക്കുക, നല്ല വെയിലത്ത് വെക്കുകയാണെങ്കിൽ എന്നും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ്സാണ്. ഇതിൻ്റെ പല കളറുകളുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ യെല്ലോ ആണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ റെഡും ഭംഗിയുണ്ട്. വയലറ്റ് കുറച്ച് ഹാങ്ങിങ് പോലെയാണ് വളരുന്നതെങ്കിലും നമ്മൾ പ്രൂൺ ചെയ്താൽ എല്ലാതും ബുഷിയായിട്ട് തന്നെ നിൽക്കും. വൈറ്റ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പോയി. എങ്കിലും ഇപ്പോൾ 3 പ്ലാന്റ്സും നന്നായിട്ട് വളരുന്നുണ്ട്, എന്നും ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും പിന്നെ പ്ലാന്റ്സ് ലവർ എല്ലാവരും എന്തായാലും ഈ പെൻറ്റാസും കൊങ്ങിണി ചെടിയും വളർത്താൻ മറക്കരുത്. വളരെ തീരെ കെയറിങ് വേണ്ടാത്തൊരു ചെടിയാണ്, എന്നും നമുക്ക് പൂക്കൾ തരുന്നൊരു ചെടിയും കൂടിയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇത് സീസണൽ ഫ്ലവറാണെന്ന് തോന്നുന്നു, പക്ഷേ ഒരു 3 മാസമായി ദിവസം പൂക്കൾ തരുന്ന ഈ ഗെയിലാഡിയ തീരെ പരിചരണം ആവശ്യമില്ലാത്തൊരു പ്ലാന്റ്സാണിത്. ഇതും ഒന്ന് വളർത്തി നോക്കൂ. ഇതിൻ്റെ സീഡിൽ നിന്നാണ് ഇത്രയും പ്ലാന്റ്സ് ഉണ്ടായിരിക്കുന്നത്. അതും തന്നെ എന്നും പിന്നെ പുതിയ പുതിയ ബഡ്സ് വരികയും ദിവസവും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഈസി കെയറിങ് ആയിട്ട് നമുക്ക് വളർത്താൻ കഴിയും. ഒരു അസുഖങ്ങളും ഇതിൻ്റെ കാണുന്നുമില്ല. അങ്ങനത്തെ ഒരു പ്ലാന്റ്സാണ് ഗെയിലാഡിയ. പിന്നെ ഇതിന് നിറച്ച് സീഡുകൾ വന്നിട്ടുണ്ട്. ഞാൻ കുറേയൊക്കെ സീഡുകൾ കളഞ്ഞു, നിറയെ സീഡ്സ് ആയിരുന്നു. പിന്നെ പൂക്കൾ ഇങ്ങനെ മാത്രമായിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെയല്ലേ കൂടുതൽ ഭംഗി. അപ്പോൾ അങ്ങനെ നിർത്തുകയാണ്. ഗെയിലാഡിയ എല്ലാവരും ഒന്ന് വളർത്തി നോക്കൂ. ഇത് മഴക്കാലം ആകുമ്പോൾ പ്ലാന്റ്സ് നശിച്ചു പോകുമെന്നറിയില്ല, പക്ഷേ വേനൽക്കാലത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നമ്മളുടെ ഗാർഡൻ എന്നും പൂക്കളായിട്ട് ഭംഗിയിൽ നിർത്താൻ പറ്റിയൊരു പ്ലാന്റ്സ് തന്നെയാണ് പിന്നെ ഗെയിലാഡിയ. അതുപോലെ തന്നെ വേറൊരു പ്ലാന്റ്സാണ് 10 മണി. അത് പിന്നെ എല്ലാവരും വീട്ടിലുണ്ടാവും. 10 മണി പിന്നെ ഈ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 10 മണി ഉണ്ടാവില്ല. പിന്നെ അതുപോലെ പിന്നെ പെറ്റൂണിയ മഴ പെയ്താൽ പെട്ടെന്ന് ഫ്ലവറൊക്കെ നാശമായി പോവും. എങ്കിലും ഈ വേനൽക്കാലത്ത് നമ്മളുടെ ഗാർഡനിൽ എല്ലാ കളറും വേണം. എല്ലാ കളറും ഉണ്ടെങ്കിൽ കൂടുതൽ മനോഹരമായി. എൻ്റെ അടുത്ത് ഇപ്പോൾ സീഡ്സ് പാകിയതിൽ ആകെ ഈ ലൈറ്റ് പിങ്കും പിന്നെ വൈറ്റും മാത്രമാണുള്ളത്. എന്നാലും ഗാർഡൻ നല്ല മനോഹരമായിട്ട് തന്നെ ഇരുത്താൻ ഈ 2 പ്ലാന്റ്സുകൾക്ക് കഴിയും. എല്ലാവരും ഇതും കൂടി വളർത്തി നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.